ഭാരതന്മാരായ ആൾക്കാർ, എന്നെക്കാൾ എത്രയോ ഉയരങ്ങളിലുള്ള ആൾക്കാർ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ഉദ്ഘാടകനാവുക എന്ന് പറയുന്നതും പ്രസംഗിക്കുക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശ്രീരാമചാരനെയും സുകുമാര സാറിനെയും അടക്കമുള്ളവർ ഈ സ്റ്റേജിലേക്ക് എങ്ങനെയാണ് ഞാൻ സംസാരിക്കുക? അതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പൂജാക്കൾ ഷാഹുൽ സാറ് ചേർത്തലയിൽ ഞാൻ എത്തി. അങ്ങനെയാണ് അദ്ദേഹം നേരിട്ട് കാണുന്നത്. ദീർഘകാലമായി മനസ്സിൽ കേട്ടു തുടങ്ങിയ ഒരു പേരാണ്. നാടകത്തോടുള്ള ഇഷ്ടം, നാടകത്തോടുള്ള അടുപ്പം. ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ ഒരു സൂപ്പർ സ്റ്റാറാണ് സുന്ദരൻ കല്ലായി എന്ന് പറയുന്നത്. എത്ര ഇടങ്ങളിൽ. അപ്പോൾ എനിക്കാണെങ്കിൽ നാടകത്തോടൊരു പ്രത്യേകമായൊരു താല്പര്യവുമെല്ലാം ഉണ്ടായതുകൊണ്ട് സമീപത്തെയുള്ള എല്ലാ ഉത്സവ പറമ്പിലും ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ സൈക്കിളിൽ ഇങ്ങനെ പോകും. അത് വെൺമണി ഉൾപ്പെടെയുള്ള മൂന്നാട്ടും വെൺമണിക്ക് പോകാൻ വലിയ പ്രയാസമില്ല എന്നുള്ളതുകൊണ്ട് ശ്രീരംഗത്തിൻ്റെ നാട്ടിലുള്ള ചാമക്കാവ് അമ്പലത്തിലെ ഉത്സവത്തിൽ ഉൾപ്പെടെയുള്ള അവിടുത്തെ മിക്കവാറും ക്ഷേത്രങ്ങളുടെ കാലൊക്കെ എനിക്കറിയാം. അമ്പലത്തിൽ പോയിട്ട് നാടകം കാണാൻ വേണ്ടി കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ പല നാടകസഭകളിലും ഇതിൻ്റെ പാട്ടൊക്കെ വരുമ്പോഴേക്കും കേൾക്കുന്ന പേരാണ് പൂജാക്കൾ ഷാഹുൽ എന്നുള്ള പേര്. അദ്ദേഹത്തെ ഇങ്ങനെ അനങ്ങും അണിയറയും എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക, എന്നെ ക്ഷണിക്കുന്നത് എല്ലാം ഉണ്ടെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ച് എങ്ങനെയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റുക? നമ്മളിങ്ങനെ സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോഴും അതിൽ പങ്കെടുക്കാതിരുന്നാൽ അതിന് മോശമാകുമല്ലോ എന്നതുകൊണ്ട് ഞാൻ നിർബന്ധമായും പങ്കെടുക്കാൻ തീരുമാനിച്ചെത്തുകയായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷവും അങ്ങേറ്റ അഭിമാനവുമുണ്ട്. ഷാഹുൽ സാറിനെ പോലെ ഒരാളിന് ഇത്തരത്തിൽ ആദരവ് കൊടുക്കുന്ന ഒരു പരിപാടിയിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളത് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കട്ടെ. ഷാഹുൽ സാർ തന്നെ 1000 പൗർണമികൾ എന്ന പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതിനകത്തെല്ലാം ഉണ്ട്. ജനനം മുതൽ ഇന്ന് വരെയുള്ള മിക്കവാറും കാര്യങ്ങളെല്ലാം കുറച്ച് വരികളിൽ ഒതുക്കി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അമ്പിളിമാമനെ കാണിച്ചു തന്നത് ആദ്യം അച്ഛനാണെങ്കിലും അമ്മ ഇവിടെ മിഴികളിൽ കതിരിട്ടൊരു തിളക്കത്തോടുകൂടി ഉമ്മ തന്നതിൽ തുടങ്ങിയിട്ടാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഉമ്മ തന്നപ്പോൾ അമ്മയുടെ കണ്ണിൽ മിഴികളിൽ കതിരിട്ടൊരു തിളക്കം ഞാൻ കണ്ടു എന്ന് പറഞ്ഞു തുടങ്ങി. കുറേ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ കഴിയാത്ത മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു വിട്ടുപോയിട്ട് അമ്പിളിമാമനെ കാണിച്ചു തന്ന അച്ഛനെ പറയുന്നുണ്ട്. അമ്പിളിമാമനെ കാണിച്ചു തന്ന അച്ഛനെ പറഞ്ഞിട്ട് അദ്ദേഹം അമ്പിളി പോലെത്തിയ വീട്ടുകാരിയെ കുറിച്ചും അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊരു താതാത്മ്യമാണെന്ന് ആലോചിച്ച് നോക്കുക. അമ്പിളിമാമനെ അപ്പോൾ പണ്ടേ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മനസ്സിൽ ചേർത്ത് വെച്ച ഒരു മനുഷ്യൻ തൻ്റെ കൂടെ ജീവിക്കാനായി, തന്നോടൊപ്പം കൂട്ടുകൂടാനായി, കുടുംബത്തെ നയിക്കാനായി എത്തിച്ചേർന്ന പ്രിയതമയെ സംഗീതത്തിൻ്റെ യാത്രയിൽ തമ്പുരു വീട്ടി എന്നെ കൂടെ ഉണ്ടായി അമ്പിളി പോലെത്തിയ വീട്ടുകാരിയും എന്നാണ് രേഖപ്പെടുത്തിയ. വീട്ടുകാരി മാത്രമായിട്ടല്ലാതെ തൻ്റെ സംഗീതയാത്രയിൽ തമ്പുരു വീട്ടി അങ്ങനെ നിൽക്കുക കൂടെ കൂടി എന്നാണ്. വീട്ടിലുള്ളവരുടെ ഒരു പിന്തുണയും പിൻവരവും ഇല്ലായെങ്കിൽ എഴുത്തൊരു വഴിക്കാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ അങ്ങനെയല്ല. എഴുത്തിന് പിന്തുണ എല്ലാ അർത്ഥത്തിലും കൊടുത്തു എന്ന്, സഹധർമ്മിണി കൊടുത്തു എന്ന് തമ്പുരു വീട്ടിയാൻ സംഗീതയാത്രയിൽ എന്ന് ഷാഹുൽ സാർ എഴുതി വെക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ മക്കളെ കുറിച്ചുമുണ്ട്. അഴകിൽ ഈണത്തിൽ ചമൽക്കാര ഛന്ദസ്സിൽ എൻ്റെ സന്താനങ്ങൾ എൻ്റെ രചനകൾ എന്നാണ് പറഞ്ഞതെല്ലാം. തൻ്റെ ഒരു കൃതികളെ പോലെ തന്നെ മക്കളും അത് ഈണത്തിലും ചമൽക്കാര ഛന്ദസ്സിലും എൻ്റെ മക്കൾ എന്ന് അഭിമാനത്തോടുകൂടി 84-ാമത്തെ വയസ്സിൽ 1000 പൗർണമികളെ കാണുവാനുള്ള മഹത്തായ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ അങ്ങനെയും തൻ്റെ കുടുംബത്തെ വരച്ചു കാട്ടുന്നുണ്ട്. സമൂഹത്തെ വരച്ചു കാട്ടി വരികളിലൂടെ, വാക്കുകളിലൂടെ എത്രയോ സിനിമകളിൽ ഗാനങ്ങളായി അത് പിടർന്നു വീഴും. 20-ാമത്തെ വയസ്സിൽ അധ്യാപകനായി ആ കാലമെല്ലാം പിന്നിട്ട് 1500ഓളം ഗാനങ്ങൾ എഴുതി. മലയാളത്തിൻ്റെ നാടകവേദിയെ ഇത്രയും ഉജ്ജ്വലമാക്കി തീർത്ത രചനകളായിരുന്നു ഷാഹുൽ സാറിൻ്റെ രചനകൾ എന്ന് പറയുന്നത്. എഴുത്തെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. എഴുതാൻ കഴിവില്ലാത്ത എന്നെ പോലുള്ള കുറച്ച്
മന്ത്രി പദവിയുടെ ഒരു പിടിയിലാണ് വന്ന് ഈ സ്റ്റേജിൽ കയറി നിൽക്കുന്നത്. ശ്രീധരൻപിള്ള ചേട്ടൻ എന്തൊരു വാത്സല്യവും സ്നേഹവുമാണ് ഞങ്ങളോടൊക്കെ കാണിക്കുന്നത്. രാഷ്ട്രീയമായി നല്ല വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. ഒരു കാൽനൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം ഞാനും തമ്മിലൊരു സെമിനാറിൽ പങ്കെടുത്താണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ കട്ട പിടിച്ചു നിൽക്കുന്ന ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അന്ന് തന്നെ നമ്മളോടൊക്കെ കാണിക്കുന്ന ഒരു സ്നേഹവും എല്ലാം ഉണ്ട്. അപ്പോൾ ചിലക്ക് തോന്നുന്നുണ്ട് ഈ BJP കാരൻ തന്നെയാണോ എന്നിങ്ങനെ എന്നൊക്കെ തോന്നും. അതിനനുസരിച്ച് ഞാൻ ഇച്ചിരി ചോദിച്ചു. എപ്പോൾ കണ്ടാലും അദ്ദേഹത്തിൻ്റെതായ കുറെ പുസ്തകങ്ങൾ വരും. എല്ലാം നല്ല കാമുള്ള പുസ്തകങ്ങളാണ്. വെറുതെ ഇങ്ങനെ എഴുതി കൂട്ടുക എന്നുള്ളൊരു ശീലമൊന്നും ശ്രീധരൻപിള്ള ചേട്ടനില്ല. എനിക്ക് തോന്നി ഈ ഗവർണർ എന്നുള്ളത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് സമയം കൂടി ഇതിനകത്തേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു. അവരുടെ എല്ലാ മേഖലകളിലും അദ്ദേഹം ഇടപെട്ടു. ആ ഇടപെടൽ മറ്റൊരാൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഇടപെടലായിരുന്നു. ഗവർണർമാർക്ക് അങ്ങനെയും ഇടപെടാൻ ആവും എന്ന് ശ്രീധരൻപിള്ള ചേട്ടൻ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഗവർണർമാർക്കും കാണിച്ചു കൊടുത്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേർക്ക് വിരലിലുണ്ടാനോ അദ്ദേഹത്തെ ബഹിഷ്കരിച്ച് മാറി നിൽക്കാനോ അവിടെ ആർക്കും വേണ്ടി വന്നില്ല. കാരണം അദ്ദേഹം എല്ലാവരെയും കൂട്ടിച്ചേർത്താണ് മുമ്പോട്ടേക്ക് പോയത്. ഉൾക്കൊള്ളുക എന്ന് പറയും, ഇൻക്ലൂസീവ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അത് അത്രയും വലിയ വിശാലമായ മനസ്സുള്ള ഒരാളിന് മാത്രമേ ഉള്ളൂ. അത്രയും വിശാല മനസ്സാണ് ഒരു എഴുത്തിനകത്തും പ്രതിഫലിക്കുന്നത്. ഈ മനുഷ്യൻ എത്ര പുസ്തകം എഴുതിയതെന്ന് അറിയുമോ? കണക്കൊന്നും അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലെങ്കിലും ഞാൻ വീണ്ടും ചോദിച്ചു. എനിക്കൊരു കുറെ കണക്കിന് അറിയാം, 200-ന് മുകളിൽ പോയതറിയാം. അദ്ദേഹത്തിന്റെ കുറെ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ എത്ര പുസ്തകങ്ങളായി ചോദിച്ചു. 254 തോന്നുന്നു എന്ന് പറഞ്ഞു. 254 പുസ്തകങ്ങൾ എഴുതിയ ഒരു രാഷ്ട്രീയക്കാരൻ, 254 പുസ്തകങ്ങൾ എഴുതിയ ഭരണാധികാരി ഇനി അല്ല വേണ്ട. അല്ലാതെ അദ്ദേഹം ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഫുൾ ടൈം നിന്ന ഒരാളാണ് അദ്ദേഹം. ഏറ്റവും നല്ല ഒരു വക്കീലായിരുന്നു, ഒരു അഭിഭാഷകനായിരുന്നു. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. ഞാനൊക്കെ AISF നിൽക്കുമ്പോൾ എൻ്റെ കൂടെ AISF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആള് ആ പരിപാടി കഴിഞ്ഞ് LLB എടുത്തു കഴിഞ്ഞ് പിന്നെ കാണുന്നത് ശ്രീധരൻപിള്ള സാറിന്റെ ഓഫീസിനകത്താണ് കാണുന്നില്ല, അങ്ങോട്ടേക്കാണ് പോയത്. ഇതിങ്ങനെ ഇതിനകത്ത് ആ ഒരു അതിർവരമ്പുകളൊന്നും അങ്ങനെ നിശ്ചയിക്കാതെ, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് രാഷ്ട്രീയം ഓരോരുത്തരുടെയും വിശ്വാസവും ആ വിശ്വാസത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്താം. അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു രീതി പുലർത്തേണ്ടതായ ഇടങ്ങളുണ്ട്. അത് തൊഴിലിന്റെ ഇടങ്ങളായാലും നമ്മൾ ഔദ്യോഗികമായി ഏറ്റവും വേണ്ടി ചുമതലകളെ അവിടെയൊക്കെ കാട്ടുന്നത്. അതിനിടയിലൊക്കെ ഇദ്ദേഹത്തിന് എങ്ങനെ 254 പുസ്തകം എഴുതാൻ കഴിയുമെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെയൊക്കെ മുമ്പിൽ എന്തിനാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സുകുമാരൻ സാറിനെ പോലെയുള്ളവരാണ്. അദ്ദേഹം ഏറ്റവും കേരളം കണ്ട, ഇന്ത്യ കണ്ട പ്രമുഖനായ ന്യായാധിപൻ. അങ്ങനെ ഒരാളാണ് സുകുമാരൻ സാർ. ഈ കരപ്പുറത്തിന്റെ പന്നിനോട് അദ്ദേഹം കാണിക്കുന്നത്, അദ്ദേഹം എന്ത് സമയം കിട്ടിയ അവന് നമുക്കോട് ചെറുതെന്നോ വലുതെന്നോ ഒരു വ്യത്യാസവുമില്ല. കടക്കരപ്പള്ളിയിലെ കേസിൽ നമ്മൾ സാധാരണ കൊച്ചു വീട്ടിൽ നോക്കുന്നുണ്ട് സുകുമാരൻ സാർ എന്തുകൊണ്ടെന്ന് പ്രസംഗിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ ഇരിക്കുമോ, എത്ര പേരുണ്ടാവും മീറ്റിങ്ങിന് എന്നൊക്കെ ചോദിച്ച് കണക്കെടുത്ത് എന്തായിരിക്കും എൻ്റെ അവിടുത്തെ റോള് എന്നെല്ലാം ചോദിച്ച് അങ്ങനെ വെച്ച് ആ തരത്തിൽ നിൽക്കുന്ന നമുക്കൊക്കെ മാതൃകയാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, പാഠമാക്കേണ്ട ഒരു കാര്യമാണ്. ഇവരുടെയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെയും പ്രവർത്തനത്തെയും ഒന്ന് തുലനം ചെയ്യണം. നമ്മൾ അത്ര ചെറുതാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രീധരൻപിള്ള സാറും സുകുമാരൻ സാറും ഈ കൈവെള്ളൂർ മുരളിച്ചേട്ടനും അടക്കമുള്ളവർക്ക് നിൽക്കുമ്പോൾ നമുക്കത് കഴിയും. അത് വലിയ കാര്യമാണ്. അവിടെ ഞാൻ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാടകത്തെക്കുറിച്ച് എന്തൊക്കെ പറയണം ഞാൻ ആദ്യം ആലോചിച്ചാണ്. വേദിയിലും സദസ്സിലും ഈ രംഗത്തെ അധികാരന്മാരാണ് ഇരിക്കുന്നതെല്ലാം. അപ്പൊ എന്തുകൊണ്ട് അതെല്ലാം ഞാൻ കാണാം. അവർക്കെല്ലാം ഉള്ളൊരു ആലപ്പുഴ ബന്ധമുണ്ട്. കരിവെള്ളൂർ മുരളി എന്ന് പറഞ്ഞാൽ ഈ കരിവെള്ളൂരിൽ നിന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിന് അത് ശ്രീ ഹരികുമാറിന് അത് നല്ലവണ്ണം അറിയാമായിരിക്കും. സുന്ദരചേട്ടൻ അറിയാം അദ്ദേഹത്തിന്. ഈ കരിവെള്ളൂർ മുരളി കരിവെള്ളൂരുകാരൻ എന്നൊക്കെ പേരിലൊക്കെ അത് ചേർത്ത് വെച്ചേക്കുന്നുവെങ്കിലും അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അമ്മ ആലപ്പുഴക്കാരിയാണ്. ദേവി കുഞ്ഞമ്പൂരിന്റെ മകനാണ് എന്നുള്ള അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും ഇടത്തു നിന്നാണ് ഇവരെല്ലാം. ഇതെല്ലാം എല്ലാവരും വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും അവിടെ എല്ലാം ഉള്ള ഒരു ഘടകമാണ്. ശ്രീധരൻപിള്ളയ്ക്ക് വൈകുന്നേരം വരാൻ കഴിയില്ല എങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, എനിക്ക് ഈ പരിപാടിക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സുകുമാരൻ സാറിനും അത് മതി. പക്ഷേ എങ്ങനെയാണെങ്കിലും
ഈ പരിപാടിക്ക് വന്നേ മതിയാവുകയുള്ളൂ എന്നുള്ള ഒരു ശാഠ്യം അവർക്കെല്ലാം വരുന്നത് ഇത് നാളെ ഒരു തെരഞ്ഞെടുപ്പിന് സഹായകമാകുമെന്നോ എല്ലാവരും പ്രയോജന മൂല്യത്തിന്റെ അളവുപോലെ വെച്ചിട്ടാണ് നമ്മളെല്ലാം നിൽക്കുന്നില്ല. ഏത് പരിപാടിക്ക് നമ്മൾ പോകുമ്പോഴും നമ്മൾ നോക്കില്ലേ എന്ത് പ്രയോജനം ഉണ്ടാവും? എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. പ്രയോജന മൂല്യത്തിന്റെ അളവുപോലെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും ചടങ്ങുകളിൽ പോലും പങ്കെടുക്കുന്നതിനകത്ത് ആ അളവുപോലെ വെച്ച് നോക്കുന്നിടത്താണ് ഇവിടെ വന്നിട്ട് എന്ത് വേറെ നോക്കിയാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. പൂച്ചാക്കൽ ഷാഹുൽ എന്ന മനുഷ്യനോടുള്ള സ്നേഹമാണ്, ഇഷ്ടമാണ്, അടുപ്പമാണ് എല്ലാവരെയും ഇവിടേക്ക് എത്തിച്ചത്. ഒരു ഇരുമ്പ് കാന്തത്തെ എങ്ങനെ ആകർഷിക്കുന്നു എന്നതുപോലെ അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നു. മലയാള നാടകവേദിക്ക് ഉജ്ജ്വലമായ ഒരു കാലമുണ്ട്. മലയാളത്തിൽ നാടിൻ്റെ അകം, നാടകം എന്നൊക്കെ ഇവരിങ്ങനെ അതിനെ നാടകത്തിന്റെ കാര്യത്തെക്കുറിച്ചെല്ലാം പറയും. നമ്മുടെ നാട്ടിൽ നാടകത്തിന് നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആദരിക്കപ്പെടേണ്ടവരാണ് ഈ നാടക രംഗത്തുള്ളവർ എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാൽ നമുക്ക് ഈ സിനിമയ്ക്കും മറ്റും കിട്ടുന്നൊരു പ്രാധാന്യം ഒരിക്കലും കിട്ടുകയില്ല. നാടകരംഗത്ത് ഈ ഓരോ വേദിയിലും അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്ന നടന്മാർ ഒരിക്കലും നമ്മുടെ സിനിമാ മേഖലയിലുള്ളവരെ പോലെ സൂപ്പർ സ്റ്റാറുകളോ സ്പെഷ്യൽ സ്റ്റാറുകളോ മെഗാ സ്റ്റാറുകളോ ആവാതെ പോകുന്നത് എന്തുകൊണ്ട്? മലയാളിയുടെ രീതികൾക്ക് നമ്മൾ തന്നെയും ഒരു മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. കോടാനുകോടിയുടെ പ്രതിഫലം പറ്റി വാങ്ങുന്നവർ രാജാക്കന്മാരും ചക്രവർത്തിമാരുമായി വാഴുന്നിടത്ത് അന്നന്നത്തെ അന്നത്തിനും അവ കൂടി കണ്ടെത്തേണ്ടത് ഈ അരങ്ങിൽ നിന്നും അണിയറയിൽ നിന്നും ആവുന്നിടത്ത് ജീവിതം ഓരോ ദിവസവും അർപ്പിച്ചിട്ടാണ് ഈ കലാകാരന്മാർ നാടകത്തിന്റെ വേദിയിൽ നിറഞ്ഞ് ആടുന്നത് എന്ന കാര്യം നമ്മൾ എന്തേ സൗകര്യപൂർവ്വം വിസ്മരിച്ചു കളയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കും. അതുകൊണ്ടാണ് സൂപ്പർ സ്റ്റാർ നമുക്ക് നാടക രംഗത്തുണ്ടാവുന്നത്. അഭിനയത്തിന്റെ മികവ് കൊണ്ട് ഒന്നുമല്ല, നമുക്ക് അങ്ങനെയാണ് എപ്പോഴും ഒരു പ്രശ്നം അത് തന്നെയാണ്. ചിത്രയ്ക്കകത്തും എപ്പോഴും ഒരു പ്രശ്നം നമ്മൾ എപ്പോഴും കാണുന്നത് ഏറ്റവും നല്ലവണ്ണം അഭിനയിക്കുന്ന ആളിനല്ല മികച്ച നടൻ എന്നുള്ള അവാർഡ് കൊടുക്കുന്നത്. നായക നടനാണ്, നായികയ്ക്കുമാണ്, നടിക്കുമാണ് അവാർഡ് കൊടുക്കുന്നത്. എന്ന് പറയും മികച്ച അഭിനയം. ആ സിനിമയിൽ മികച്ച അഭിനയം കാണിച്ചിട്ടുള്ള ഇപ്പം 5-10 മിനിറ്റായിരിക്കും ഒരു കഥാപാത്രം ഉണ്ടാവുക. ആ കഥാപാത്രത്തിന്റെ അഭിനയമാണ് നായക നടനേക്കാൾ മികച്ച അഭിനയമെങ്കിൽ ജൂറി, ജഡ്ജസ് അത് വിലയിരുത്തിയിട്ട് ആരാണ് ഏറ്റവും നല്ല അഭിനയം കാഴ്ചവെച്ചത് അവർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ ഇപ്പോഴും നമുക്ക് അവാർഡ് കാണുമ്പോൾ നായകനല്ലാത്ത ഒരു നടനും മികച്ച നടനുള്ള അവാർഡോ അല്ലെങ്കിൽ സഹനടൻ എന്ന് പറയും. എന്താണ് അതിന്റെ അർത്ഥം ഒരു പിടിയും എനിക്ക് ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സഹനടൻ, സഹനടി എന്നൊക്കെ ഒരു പിടിയും കിട്ടാത്ത ഒരു സംഭവമാണ്. അങ്ങനെ ഒരു നടനുണ്ടോ? സഹനടൻ എന്ന് പറഞ്ഞ നടനുണ്ടോ? സഹനടി എന്ന് പറഞ്ഞൊക്കെ ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് നായികയെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നായകനെ മാറ്റി നിർത്താൻ ഞാൻ ഒക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ പേരിൽ വന്ന് നിൽക്കുന്ന പ്രശ്നം. അതെല്ലായിടത്തേക്കും കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അഭിനയത്തിന്റെ മികവിന്റെ അടിസ്ഥാനത്തിൽ അവാർഡുകൾ നിശ്ചയിക്കേണ്ടത് അനിവാര്യമാണെന്നൊരു തോന്നൽ എനിക്കിതെല്ലാം കാണുമ്പോൾ തോന്നിയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒന്നും പറയുന്നില്ല. ഇവർക്കെല്ലാം ഒരു നിലപാട്. ഇപ്പൊ ഷാഹുൽ സാറിന് എന്താ ചോദിച്ചാൽ ഷാഹുൽ സാറിന് പോളിസി ആണോ ഉള്ളത്, ഡിപ്ലോമസി ആണോ ഉള്ളതെന്ന് ചോദിച്ചാൽ ഷാഹുൽ സാറിന് പോളിസി ഉണ്ടായിരുന്നതാണ്. നയതന്ത്രജ്ഞന്മാരാകുന്ന വൈദഗ്ധ്യം പുലർത്താൻ വേണ്ടി നോക്കണം. അവിടെ ചിലപ്പോൾ അവാർഡുകൾ അത്രയും വന്നില്ലെന്നിരിക്കാം. പക്ഷേ എന്നാൽ സാഹിത്യകാരന്മാർ വേണ്ടതും നയതന്ത്രജ്ഞന്മാരല്ല വേണ്ടത്. അത് വേണ്ടത് പോളിസിയാണ് അവർക്കെല്ലാം വേണ്ടത്. പോളിസിക്ക് പകരം ഡിപ്ലോമസി കാഴ്ചവെക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വേറെ അടുത്തുള്ള ആദരവൊക്കെ കിട്ടുമായിരിക്കാം, അംഗീകാരവും കിട്ടുമായിരിക്കാം. എന്നാൽ പൂച്ചാക്കൽ ഷാഹുൽ സാറിന് അദ്ദേഹത്തെ ഏറ്റവും വലുതായി എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട്, പോളിസി ഉണ്ട്. ഡിപ്ലോമസിയേക്കാൾ അപ്പുറത്തേക്ക് ഒരു പോളിസി ഉണ്ട് എന്നുള്ളതുകൊണ്ട് കോഴിക്കോട്ട് വന്ന് രാവിലെ തന്നെ അല്ലെങ്കിൽ മുന്നിൽ തന്നെ ഇറങ്ങി സീരം വെള്ളച്ചേട്ടൻ നമ്മുടെ മുൻ ഗോവ ഗവർണർ ഇവിടെ എത്തി. പ്രായത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ നിൽക്കുമ്പോഴും സുകുമാരൻ സാർ ഇവിടെ എത്തി, കരോളൂർ മുരളിച്ചേട്ടൻ ഇവിടെ എത്തി. ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. ഒരു ഹൃദയബന്ധം, ആ ഹൃദയബന്ധം ഉണ്ടാകുന്നത് തൊട്ടയൽപക്കത്ത് താമസിക്കുന്നതിന്റെ പേരിലോ ഒന്നുമല്ല, ദിവസവും നമ്മൾ സൗഹൃദബന്ധം പുതുക്കുന്നതിന്റെ പേരല്ല, ഒരു നിലപാട് ഈ മനുഷ്യനുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. നാടകരംഗത്തെ അതുല്യരായ പ്രതിഭകളെല്ലാം ഇവിടെയുണ്ട്. അവരെല്ലാം പൂച്ചാക്കൽ ഷാഹുൽ സാറ് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാട് നേരത്തെ അദ്ദേഹത്തിന്റെ വരികളിൽ തന്നെ പറഞ്ഞതുപോലെ ഏതും നിലനിൽക്കും, ഏതെഴുത്തും നിലനിൽക്കും. ആ എഴുത്തൊക്കെ നിലനിൽക്കുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചയുടെ ആഴങ്ങളിൽ ചെന്ന് മനസ്സിലാക്കുന്നതിനും ആഴങ്ങളിൽ ചെന്ന് കാണാനുള്ള അടിസ്ഥാനത്തിലും അതെന്താ കൃത്യമായ എന്നവണ്ണം അവതരിപ്പിക്കാനാവൂ എന്നുള്ളതാണ്. നാടകം
നമ്മുടെ നാടിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. പലപ്പോഴും ചരിത്രം അതൊക്കെ രേഖപ്പെടുത്താതെയും പറയാതെയും എല്ലാം പോകുന്നുണ്ട്. ഇപ്പൊ ഈ കേരളത്തിൽ ആദ്യം നാടകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ തർക്കങ്ങൾ കൊടുക്കുകയാണ്. കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസാണ് ഷേക്സ്പിയർ കൃതിയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ ഈ കോമഡി ഓഫ് എറേഴ്സിന്റെ ആൾമാറാട്ടമാണ് മലയാളത്തിലെ ആദ്യത്തെ നാടകകൃതി എന്ന് കരുതുന്നു. പക്ഷെ എന്നാൽ അത് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് സൈഡ്ലൈൻ ചെയ്യപ്പെട്ടു പോവുകയും മറ്റു പലരും ഒന്ന് നിൽക്കുകയും ചെയ്യുന്നത് മുതൽ നമ്മുടെ നാടകത്തിന്റെ ചരിത്രത്തിന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോഴുള്ള ഈ ഒരു അകഞ്ഞുമാറ്റൽ കാണുന്നു. എല്ലാ അർത്ഥത്തിലും എല്ലാ പിന്തുണയും പിൻബലവും കൊടുക്കണം. വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ട്. ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 10 മണിക്ക് ശേഷം ഒരു മൈക്കും പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന്. ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തിനുള്ളിൽ തന്നെ അതിനകത്ത് നിൽക്കുന്ന തരത്തിലാണെങ്കിൽ പോലും ഇതുണ്ടായിരുന്നു എങ്കിൽ ഈ കലാകാരന്മാരുടെ ജീവിതത്തിൽ അത് അല്പം കൂടിയെങ്കിലും ഗുണകരമായി മാറുമായിരുന്നു. ശരിയാണ്, വലിയ ഹോണുകൾ അടിച്ച് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ശബ്ദത്തിന്റെ പ്രശ്നം ഉണ്ടാവുന്നു. രാത്രി 10 മണിക്ക് ശേഷം ആ കോമ്പൗണ്ടിനുള്ളിൽ മാത്രം കിട്ടുന്ന തരത്തിലേക്ക് മൈക്ക് സെറ്റുകൾ ബോക്സോ പ്രവർത്തിപ്പിച്ചായാലും ഉത്സവങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞാൽ ഉത്സവം കൊണ്ട് ജീവിക്കുന്ന എത്ര കുടുംബങ്ങൾ ഈ വേദി കിട്ടുന്നത് കൊണ്ട് 1ഉം 2ഉം ഉണ്ട് എന്ന് പറയുമ്പോൾ അത്രയും ആ കുടുംബങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമാണ്. അത് വീണ്ടും ഞാൻ പറയുന്നു, 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട പൗർണമി തിങ്കളായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സദാവിഷ്ടനായ പൂജാക്കൽ ഷാഹുൽ സാറിന് ഇനിയും കൂടുതൽ 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 എഴുതാൻ കഴിയട്ടെ. അമ്പിളി പോലെ വീട്ടുകാരും അതോടൊപ്പം തന്നെ ഈ ചമൽക്കാര ഛന്ദസ്സിലും അഴകിൽ ഈണത്തിലും അദ്ദേഹത്തിന്റെ കുട്ടികളും ഈ സമൂഹവും എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും എഴുത്തിന്റെ വഴികളിലൂടെ ചൈത്രയാത്ര നടത്താൻ ആ മനുഷ്യർക്ക് എത്തായി തീരാൻ പൂജാക്കൽ ഷാഹുൽ സാറിന്റെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആദരവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആദരണീയനായ ശ്രീധരൻപിള്ള സാറിന് വന്ദേ ഭാരതിന് പോകേണ്ടതുണ്ട്. ഇനി നടക്കേണ്ടത് പൂജാക്കൽ ഷാഹുൽ ഫൗണ്ടേഷൻ ഉദ്ഘാടനവും എൻഡോമെന്റ് വിതരണവുമാണ്. മലയാള അധ്യാപകനായിരുന്ന ഷാഹുൽ സാർ മലയാളത്തിന് നമ്മളുടെ ഈ മേഖലയിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള എൻഡോമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വാങ്ങുന്ന കുട്ടികൾ, ഞാൻ പേരെന്ന് വിളിക്കാം, ഗൗതം കൃഷ്ണ, അനാമിക, സൈജു, കൃഷ്ണപ്രിയ, ആൽഫിമോൾ, ഐസക്, ഇവര് ഒന്ന് മുന്നോട്ട് വന്നിരിക്കേണ്ടതാണ്. ശ്രീധരൻപിള്ള സാറിനെ, അതായത് വേദി വന്നിരിക്കുക, കസേരയുണ്ട്, വേദിയിലേക്ക് വരിക കുട്ടികൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗോവ ഗവർണർ, മിസോറാം ഗവർണർ, 2 വട്ടം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, വാഗ്മി, മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അനേകം പുസ്തകങ്ങൾ, 100-ന് മേലിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സരസവും സരളവുമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. സമയം കളയുന്നില്ല. ആദരണീയനായ ശ്രീധരൻപിള്ള സാറിനെ, PS ശ്രീധരൻപിള്ള സാറിനെ പൂജാക്കൽ ഷാഹുൽ ഫൗണ്ടേഷൻ ഉദ്ഘാടനത്തിനും എൻഡോമെന്റ് വിതരണത്തിനുമായി സാദരം ക്ഷണിക്കുകയാണ്. ഒപ്പം പൂജാക്കൽ ഷാഹുൽ സാറിന്റെ കുടുംബാംഗങ്ങളും വേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ് ഫൗണ്ടേഷൻ ഉദ്ഘാടന സമയത്ത് എന്ന് അറിയിക്കുന്നു.